കഴിഞ്ഞ 10 വർഷം നൽകിയ വാഗ്ദാനങ്ങൾ അതൊന്നും പാലിക്കാതെ വീണ്ടും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ നൽകിയത്. പ്രകടന പത്രിക BJPയുടെ ഏകമത രാഷ്ട്രത്തിന് ഉള്ള വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. BJP യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നുള്ളവരുടെ പ്രഖ്യാപനം രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ബഹുസ്വരതയെ തകർക്കാൻ BJP ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനമാണ് യൂണിഫോം സിവിൽ കോഡ് പ്രഖ്യാപിച്ചത് നടപ്പിലാക്കുമെന്നുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് നേരത്തെ പൗരത്വ നിയമ ഭേദഗതി വന്നു. കാശ്മീരിന് നൽകിയിരുന്ന ഭരണഘടനാ പദവി 370 റദ്ദാക്കി. ഇപ്പോൾ ഇതാ യൂണിഫോം സിവിൽ കോഡ് കൂടി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ സംഘപരിവാറിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും പ്രകടിപ്പിച്ച ആശങ്ക ജനാധിപത്യവും മതേതരത്വവും തകർന്നിരിക്കുന്നു. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വീണ്ടെടുക്കാൻ ഭരണഘടനയെ രക്ഷിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇന്ത്യയിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നത്. മോദിയുടെ BJPയുടെ പ്രകടന പത്രികയിലെ ഈ പ്രഖ്യാപനത്തിലൂടെ ഇതുവരെ ഇന്ത്യ സഖ്യവും കോൺഗ്രസിൻ്റെയും ആശങ്കകൾ അസ്ഥാനത്തല്ല, അത് പൂർണ്ണമായും BJPയുടെ ഈ പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിലൂടെ അവർ അംഗീകരിച്ചിരിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡിനെ ശക്തിയായിട്ട് കോൺഗ്രസും എല്ലാ മതേതര ജനാധിപത്യ പാർട്ടികളും എതിർത്തിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് എന്ന ആ പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ വിഷത്തിൽ പൊതിഞ്ഞ ഒരു പഞ്ചസാര ഗുളികയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും, അത് സിവിൽ നിയമമാകട്ടെ ക്രിമിനൽ നിയമമാകട്ടെ, അത് ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഒരുപോലെ ബാധകമാണ്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു ഉറപ്പുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അവരുടെ സംരക്ഷിക്കുന്നതോടൊപ്പം ആരാധനാക്രമം, ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇന്ത്യയിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വരുന്ന ഡിമാൻഡുകളെ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഏത് കാലത്താണോ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും സിഖുകാരും അതുപോലെ തന്നെ എല്ലാ ഹിന്ദുക്കളും എല്ലാം കൂടി ഒരുമിച്ച് ഒരു യൂണിഫോം സിവിൽ കോഡിന് ആവശ്യപ്പെടുന്നത് ആ കാലത്തെ അത് പരിഗണിക്കൂ, അല്ലെങ്കിൽ ക്രിമിനൽ സിവിൽ നിയമങ്ങളെല്ലാം ഒന്നാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതിൽ പതിയിരിക്കുന്നത് എന്താ, വ്യക്തി നിയമങ്ങളെല്ലാം ഏകോപിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഓരോ മതത്തിനും വിശ്വാസത്തിനും വ്യക്തി നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, മുസ്ലിം പേഴ്സണൽ ലോ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട്, സിഖുകാർക്ക് പ്രത്യേകമായിട്ടുമുണ്ട്. അവരുടെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ ആരാധനാക്രമം ഇതെല്ലാം ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടി യോജിപ്പിക്കും എന്നാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യക്തി നിയമങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഭരണഘടന നൽകിയിട്ടുള്ള ഉറപ്പെന്താ, ഭരണഘടന നൽകുന്നത് എല്ലാവരുടെയും വിശ്വാസം, അവർക്ക് സംരക്ഷിക്കാനുള്ള അവകാശം, അവരുടെ ആരാധനാക്രമങ്ങൾ പിന്തുടരാനുള്ള അവകാശം, അവർക്ക് എല്ലാ തരത്തിലുള്ള അവരുടെ സംസ്കാരം, അവരുടെ സത്വം ഇതെല്ലാം സംരക്ഷിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ മത ജാതി വിഭാഗങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഒരു വലിയ ചർച്ച നടന്ന അവസരത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വയനാട്ടിലെ ആദിവാസികൾ ഗോത്രവർഗ്ഗക്കാർ പറഞ്ഞു ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡിനെതിരാണ്. പലരും ധരിച്ചിരുന്നു ഹിന്ദു മതത്തിൽപ്പെട്ടവർ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കില്ല എന്നായിരുന്നു പലരുടെയും ധാരണ. അവർ ഹിന്ദുമത വിശ്വാസികളാണ്. അവരുടെ വാദഗതി എന്തായിരുന്നു, ഞങ്ങൾ സാധാരണ
ഹിന്ദു മതത്തിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ആരാധനാക്രമമാണ്, വ്യത്യസ്തമായിട്ടുള്ള ഞങ്ങളുടെ സംസ്കാരമാണ്. അത് ഞങ്ങൾക്ക് മതവിശ്വാസം നിലനിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേത് എല്ലാവരുടേതിനും തുല്യമാക്കുന്നതിന് ഞങ്ങൾ അനുഭവിക്കുന്നില്ല. ആദിവാസി ഗോത്ര നേതാക്കളുടെയൊക്കെ പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനത്തെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഇനി പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തിലും മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കെല്ലാം അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും മാറ്റി ഈ വ്യക്തി നിയമം എന്ന് പറയുന്നത് 3-4 കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. അവരുടെ പിന്തുടർച്ച, അവകാശം, സ്വത്ത്, ദയാക്രമം ഇതൊക്കെയാണ്. അത് ഓരോ മതത്തിനും അവരുടെ ആ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കനുസരിച്ചതാണ്. മുസ്ലിങ്ങൾക്ക് ഖുർആനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശരീഅത്തിൻ്റെ ഭാഗമാണ്. ശരീഅത്തിൻ്റെ ഭാഗമായി അവർക്ക് അത് അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവർക്കും ഇതെല്ലാം ഓരോ വിഭാഗങ്ങൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടി ഒരു വ്യക്തി നിയമമാക്കി മാറ്റുന്നതിനെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും എതിർക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിലൂടെ ഏക സിവിൽ കോഡ് എന്നത് ഒരു ഏക മതരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കുക. ഇന്ത്യയിൽ ഒരു ഏക മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ആർക്കും സാധ്യമല്ല. ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി അഫേം എന്താണ്, ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് കൺട്രി എന്നാണ്. പരമാധികാര രാഷ്ട്രമാണ്. എന്തിനെ? ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് സാധിക്കും? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ മോദി 2014-ലും 2019-ലും ഓരോ പരിപാടികളായി രാമക്ഷേത്ര നിർമ്മാണം അതുപോലുള്ളത് അതിൻ്റെ അവസാനത്തെ പ്രഖ്യാപനമാണ് ഞങ്ങൾ യൂണിഫോം. ഒരു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രം, ഒരു തിരഞ്ഞെടുപ്പ് പറയാതെ പറയുന്ന 2-3 ഇതുണ്ട്. എന്താണ്? ഒരു പാർട്ടി, ഒരു മതം, ഇത് പറയാതെ അതാണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ. ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പാർട്ടി എന്ന ഏക പാർട്ടി ഭരണത്തിലേക്കും ഇന്ത്യയെ ഒരു ഏക മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള BJPയുടെ സംഘപരിവാറിൻ്റെ അജണ്ട അതാണ്